ലെതർ എന്ന് പറയുന്നത് ലെതർ ശരിക്കും പറഞ്ഞാൽ ഷീപ്പിന് ആട്ടും തോലല്ലേ, ഇത് കുറുക്കൻ്റെ തോൽ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. അതായത് ചൈനയിൽ ഒരു കുറുക്കനെ പ്രോസസ്സ് ചെയ്ത് അവരുടെ മീറ്റ് സെപ്പറേറ്റ് ഈ തോല് സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫാക്ടറി. പക്ഷെ അത് ഏറ്റവും വലിയ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരാ കുറുക്കന്മാരെ വളർത്തുക, കുഞ്ഞിലെ മുതൽ വളർത്തുക. ഇവർ വളർത്തുന്നത് ഭയങ്കര അശാസ്ത്രീയമായ രീതിയിലാണ്. ഒരു പെട്ടി, അതായത് ഒരു 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 ചെറിയ കുറുക്കനെ നിന്ന് ഒന്ന് കറങ്ങാൻ പറ്റുന്ന സൈസേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് നടക്കാനും ഓടാനും അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്ക് ഭയങ്കര അവസ്ഥയാണ്. അവർക്ക് സൈക്കോളജിക്കലായിട്ട് വരെ അവരെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ തന്നെ അത് പറയുന്നുണ്ട്. അല്ല, അപ്പൊ ഈ കുറുക്കനെ വളർത്തുന്നത് ലെതറിനും അല്ലെങ്കിൽ അതിന്റെ തൊലി എടുക്കാനും അല്ലേ? അപ്പൊ അതിന്റെ മാനസികാവസ്ഥ എന്തായാലും കുഴപ്പമില്ല. അതിന്റെ മീറ്റ് കൊടുക്കുന്നുണ്ട്. അയ്യോ, കുറുക്കൻ മീറ്റോ? അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പാമ്പിനെ വരെ തിന്നുന്ന ആൾക്കാരില്ലേ? അതുപോലെ ഇവരുടെ മീറ്റ് സെപ്പറേറ്റ് വലിയൊരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയുടെ അകത്ത് കുറുക്കനെ കൊണ്ടുവന്ന് അവിടെ മുതൽ ഇതിനെ കൈകാല് കെട്ടി തൂക്കി താഴ്ത്തിക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് അതിന്റെ സ്കിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ മീറ്റ് ഒക്കെ എടുത്ത് ഇതിന്റെ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ ഇനി വേറെ കാര്യമുണ്ട്. ഇത് രണ്ട് ടൈപ്പ് ഉപയോഗിക്കും. ഇനി ആ സാധനം ആ സ്കിന്ന് മൊത്തത്തിൽ എടുത്തിട്ട് ആ സ്കിന്ന് വീണ്ടും റീസ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ അകത്തോട്ട് പഞ്ഞോ സ്പോഞ്ചോ നിറച്ചു കഴിഞ്ഞാൽ ചുവന്ന കുറുക്കനല്ലേ, അതിന്റെ ഫർ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയല്ലേ. അത് നമുക്ക് ഈ കോൾഡ് വിന്റേഴ്സിലൊക്കെ കാനഡയിലോ ആൾക്കാരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പിന്നെ ഫാഷൻ ഐക്കൺ ആയിട്ടൊക്കെ മറ്റേ ഫാഷൻ ഷോയിലൊക്കെ ഇങ്ങനെ അതല്ലേ സാധനം, ജാക്കറ്റ്. പക്ഷെ അത് സംഭവം കുറുക്കനായിരുന്നു. അതല്ല, ഏറ്റവും വലിയ ഭീകരാവസ്ഥ എന്താണെന്നറിയോ? ഒരു കോട്ട് തയ്ക്കണമെങ്കിൽ 50 കുറുക്കന്മാരുടെ തോല് വേണം. ഒരു കോട്ട്, ഒരാളുടെ ധരിക്കുന്ന ഒരു കോട്ട് തയ്ക്കണമെങ്കിൽ എക്സ്പെൻസീവ് ആണോ? ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ എക്സ്പെൻസീവ് ആണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും ആലോചിക്കുന്നത് ഒരാൾ ധരിക്കുന്ന കോട്ടിന് വേണ്ടി 50 കുറുക്കന്മാർ കൊല്ലുകയാണ്. അപ്പം ഒരു 10 കോട്ടെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കാതിരിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ സമാധാനം എന്താന്ന് പറഞ്ഞാൽ കുറുക്കന്മാരെ കാട്ടിപ്പോയി പിടിക്കാൻ കുറുക്കൻ എന്ന് പറയുന്നത് വംശനാശം നേരിടുന്ന. പക്ഷെ അതുകൊണ്ടാണ് ഇവര് വളർത്തുന്നത് എന്ന് പറയുന്നത്. വളർത്തുന്നത് എന്ന് അവർ പറയുന്നതൊക്കെ ദൈവത്തിന് അറിയാം നമുക്ക് എന്താ സംഭവിക്കാം. നമുക്ക് ആ വീടുണ്ട്, അത് വേറെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ നമ്മൾ കുറുക്കന്മാരെന്ന് പറയുന്ന സാധനം കുറുക്കന്മാരല്ല, കുറുനരിക്ക് ഏകദേശം 4 to 8 കിലോയ്ക്ക് മുകളിൽ ഭാരം കാണും. ഏകദേശം ഒരു പട്ടിയുടെ നല്ല പൂ പോലെയുള്ള വാല് കാണും. കുറുക്കൻ വളരെ കുറുക്കൻ എന്ന് പറയുന്നത് വളരെ കുഞ്ഞാ, മനസ്സിലായോ? പക്ഷെ കുറുക്കനെ പോലെ തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റ് സാധനമാണ് കുറുനരി ആള് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. പൂച്ചയെ പോലെയൊക്കെയാണ് കുറുക്കൻ. പൂച്ചയല്ല, അല്ലല്ല, ഈ വീഡിയോക്ക് അതിന്റെ പ്രോസസ്സിംഗ് ആണ് രസം. എന്ന് വെച്ചാൽ ഈ തോലെടുത്തതിന് ശേഷം ഇത് ഒരു കെമിക്കൽ പൗഡർ ഇട്ടിട്ട് ഇത് വാഷ് ചെയ്യും. അല്ലെങ്കിൽ ഈ നമ്മുടെ മുടിയാടയിലും പറഞ്ഞു വരുമല്ലോ, ഇതിട്ട് വാഷ് ചെയ്തിട്ട് ഈ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ചെളിയും അങ്ങനത്തെ സ്മെൽ സാധനങ്ങളെല്ലാം പോയിട്ട് ഇത് രണ്ടാമതൊരു പൊടി ഇട്ടിട്ട്, ഒരു ഡസ്റ്റ് എന്നാണ് അന്നത്തെ പറയുന്നത്. എന്തിൻ്റെ നമ്മൾ കാണുകയാണ്, ചില മരത്തിൻ്റെ പൊടിയൊക്കെ പോലെ തോന്നുമെങ്കിൽ എന്തൊരു ഡസ്റ്റ് ഇട്ടിട്ട് ഇത് സ്പിൻ ചെയ്യും, ഈ നനച്ച സാധനം ഉണക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് പോളിഷ് ചെയ്യിക്കുകയാണ്. അത് തേച്ച് ഇതിൻ്റെ പൊടി മേളത്തെ കട്ട് ചെയ്ത് കളയുന്ന പോലെ തന്നെ ഇതങ്ങ് തേച്ച് പതപ്പിക്കുന്ന ഈ തോലിനോട് ചേർന്ന് ഈ മുടി അങ്ങ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ്. അത് തേച്ചാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഒരു ചില്ലറ പരിപാടിയല്ല, ചില്ലറ പരിപാടിയല്ല. പക്ഷെ അത് ഈ പറയുന്ന എന്നെ ഞെട്ടിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു 50 എണ്ണം 1 കോട്ടാണെങ്കിൽ അവിടെ കോടീശ്വരന്മാർക്ക് മാത്രം, ഒബ്വിയസ്ലി ഇത് കോടീശ്വരന്മാർക്ക് മാത്രം വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. നമുക്ക് ഇതിപ്പോ ഈ കാണുന്ന വീഡിയോസും പിക്ചർ കണ്ട് നമുക്ക് ഇതിനെ ആശ്ചര്യപ്പെടുന്നല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ മറ്റൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം ഒരു 50 കുറുക്കന്റെ ഒരു കോട്ട് ഇട്ടിട്ട് നടക്കുന്നവനൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതിനൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ ഉറപ്പായിട്ട് അറിയും. ഈ പറഞ്ഞ സംഭവം ഒരു പോയിന്റ് കറക്റ്റാ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷൂ 50 കുറുക്കനാണെന്ന് അറിയാനുള്ള ബോധം ചിലപ്പോൾ അവര് കാണത്തില്ല. അത് ഇപ്പൊ പാമ്പിന്റെ സ്കിൻ ഉപയോഗിച്ചിട്ടുള്ള ചെരുപ്പുകൾ, മറ്റു ഡ്രസ്സുകൾ, മറ്റു വാച്ചുകൾ, എന്തൊക്കെ സാധനങ്ങൾ ചെയ്യുന്ന എല്ലാ ജീവികളും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ആനക്കൊമ്പ് എടുക്കുന്ന സാധനങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. എന്തിനാ? കണ്ണാടിയുടെ സൈഡിൽ കൊണ്ട് കണ്ണാടി പണിയാൻ വേണ്ടി. കണ്ണാടി പണിയാൻ വേണ്ടി ആനക്കൊമ്പ്, എന്തിനാ മാൻകൊമ്പ്? അല്ല, ഇപ്പം ഈ പറയുന്ന പല രാജ്യങ്ങളില് ഇപ്പം ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവിടെ ഹിപ്പോപ്പൊട്ടാമസിനെ ഹണ്ട് ചെയ്യുന്നവരുണ്ട്.
അത് ഗവൺമെന്റ് ലീഗലായിട്ട് കൊടുക്കുന്ന ആ ഹണ്ട് ചെയ്ത ഒരു മലയാളിയാ, അയാളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. മലയാളി അത് ഹിപ്പോപ്പൊട്ടാമസിനെ ഹണ്ട് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാരാ വെടിവെച്ചിട്ടിട്ട് ഹണ്ട് ചെയ്തിട്ട് ഈ ഹിപ്പോപ്പൊട്ടാമസിന്റെ ഫ്ലഷ് ഇവര് ഡിവൈഡ് ചെയ്ത് കഴിക്കും, എടുക്കും. ഇത് കൊണ്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പല രാജ്യങ്ങളിലും ഇത് ലീഗലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കഴിയുമ്പോൾ ഇതിന് ഓട്ടോമാറ്റിക് കൊന്നു. നമ്മുടെ നാട്ടിലാണെങ്കിലും കാട്ടുപന്നിയാണെങ്കിലും കൊന്നുകളയുന്ന പൊതുവാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെച്ച് കോളുണ്ട്, കാട്ടുപന്നിയെ ഒരു കർഷകൻ കൊന്ന കേസാ, ഇപ്പോഴും പറ്റത്തില്ല. പക്ഷെ അവിടെ ഈ ഫാമിങ്ങിനെ നശിപ്പിക്കാൻ വരുന്ന ഹിപ്പോപ്പൊട്ടാമസിനെ ഹണ്ട് ചെയ്തിടാൻ ഗവൺമെന്റ് ലീഗലി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ടീമാണ്. അയാളുടെ മലയാളി അയാൾ പറയുന്നുണ്ട്, ആളുകൾ കാണിക്കാൻ ഒരു അതെന്ന് വെച്ചാൽ 150-200 കിലോ ഒന്നും അല്ല ഒരു ഹിപ്പോപ്പൊട്ടാമസ്, ഭയങ്കര വെയിറ്റ് ഉള്ള സാധനം. പിന്നെ നമ്മുടെ നാട്ടില് ഇപ്പോ നമ്മൾ വളർത്തുന്ന ജീവികളെ തിന്നാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ. നമ്മൾ വളരെ സ്നേഹമായിട്ട് വളർത്തുന്ന പശുവിനെയും അതുപോലെയുള്ള കോഴികളൊക്കെ നമ്മൾ കൊന്നു തിന്ന് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്ര വലിയ സെന്റി അടിച്ച അതിന്റെ താറാ ഫാം, കോഴി ഫാം എന്നൊക്കെ പറഞ്ഞ അവിടെ കുറുക്കൻ ഫാം. ഈ ഷൂവിൽ എത്ര കുറുക്കനുണ്ട്? ഈ ഷൂവിൽ ഒരു 3 കുറുക്കൻ. അല്ല അപ്പം ഈ പറഞ്ഞ പോലെ ഈ അതിന്റെ ഫുഡ് പ്രോസസ്സിംഗ് നമുക്ക് അതിനകത്ത് ആ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ മീറ്റ് പ്രൊഡക്ഷനും ഉണ്ട് ഭീകരമായിട്ട്. തൊലി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീറ്റ് തൊലി എടുക്കുന്നത് അതിനകത്ത് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നെങ്കിലും തൊലി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോഴി ഡ്രസ് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഫ്ലഷ് ഉണ്ട് അതിന്. ആ ഫ്ലഷ് പോകുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കഴിക്കാൻ വേണ്ടി. അപ്പം അതുപോലെ പലതരം വിചിത്രമായ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ലോകത്തെമ്പാടും ഉണ്ട്. കൊരങ്ങിന്റെ മീറ്റ് നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. പാമ്പിന്റെ മീറ്റ് പ്രോസസ്സിന് ഫാക്ടറീസ് ഉണ്ട്. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പം ലോകം വിചിത്രമാണോ മനുഷ്യരാണോ വിചിത്രമാണോ എന്നുള്ള സംഭവം ഭയങ്കര ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അനുവഴിക്കോ കുറുക്കന്റെ ഒരു മീറ്റിന്റെ ഒരു സൂപ്പറ്റ്